സോഷ്യൽ മീഡിയയിൽ നിന്ന് പിന്നെ ഇതിപ്പം ടിക്ടോക്കിലൂടെ നമ്മൾ ഫേമസ് ആയി. അതിനുശേഷം ഇപ്പം സെലിബ്രിറ്റീസ് വരുന്ന അവിടെ പോകുന്നു, പിന്നെ ഇനാഗുറേഷൻ നടക്കുന്ന അതിലേക്ക് വരുന്നു. അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അതാണ് ഞാൻ പറഞ്ഞോണ്ട്, പണ്ട് ഈ സംഭവങ്ങളൊന്നുമില്ല. അന്ന് നമ്മൾ വെറുതെ ഫണ്ണായിട്ട് കണ്ടാണ് ഈ ഒരു ആപ്പ്. ഇതിൽ വീഡിയോ ഇടുന്നു, വെറുതെ റീച്ച് ആവണ്, 1 ലക്ഷം 2 ലക്ഷം ആള് കാണുന്നു, കുറെ ട്രോള്, അന്ന് അങ്ങനെ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് അടുത്തായിട്ട് ഒരു 2 ഇയർ ഒക്കെ ആയിട്ട് ഇതൊരു സൈഡിങ് ആയിട്ടാണ് കാണുന്നത്. അതിപ്പോ നമ്മളൊരാള് മെസ്സേജ് ഇടുകയാണ്, രതീഷ നിങ്ങൾ വന്നിട്ടൊരു വീഡിയോ ചെയ്യോ. ഞാൻ അതൊരു പാഷനായിട്ടാണ് കാണുന്നത്. അന്നേരം ഒരാൾ പേയ്മെന്റ് ഒന്നും പറയുന്നില്ല, നിങ്ങൾ എത്ര മേടിക്കല്, ഞങ്ങളടുത്ത് അത്രയൊന്നും തരാൻ ഉണ്ടാവില്ല. ഞാൻ ആലോചിച്ചാൽ പറയാ, ഞാന് ഫ്രീ ഉണ്ടെങ്കിൽ വരരുത്, കാരണം നമ്മള് സൈഡായിട്ടേ കാണുന്നുള്ളൂ, ഇതന്നെ ആയിട്ട് കാണില്ല. അപ്പോ നിങ്ങള് എത്ര മേടിക്കലെന്ന് നോക്കും. ഞാൻ പറയാം അങ്ങനെ പൈസ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേക്ക് നിങ്ങൾ ഈ പറഞ്ഞാൽ വരാനും പോവാനും കുറച്ച് ചെലവുണ്ടായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യം ആർക്കാരോ, സാലിക്കാണ് മറ്റു എല്ലാവരും നല്ല പൈസ അല്ലേ. അപ്പോൾ അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ടാവും. നിങ്ങൾ അത് തരികയാണെങ്കിൽ ഞാൻ അവിടെ വരും, നല്ല വീഡിയോ ഇടും. ഈ പറഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ അവർക്ക് കൊടുക്കണമെങ്കിലും പൈസ കൊടുക്കണം, ആരും വെറുതെ ഒന്നും ചെയ്തു തരുന്നില്ല. അപ്പൊ നല്ലൊരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലതിൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. എല്ലാം ഞാൻ വെറുതെ വന്നിട്ട് എന്തെങ്കിലും കാട്ടുകയാണെങ്കിൽ നിങ്ങളൊന്നും തരും വേണ്ട. പക്ഷെ അത് ആരും ശ്രദ്ധിക്കൂല. അങ്ങനെ ഉണ്ട്. ഇപ്പൊ നല്ലൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാലാണ് 4 ആൾ ശ്രദ്ധിക്കുക, നല്ല ഷെയറിങ് പോവുക. കാരണം അതിന് നമ്മൾ എഫേർട്ട് എടുക്കുന്നതിനാണല്ലോ. അതെ, അതിനൊരു ചെറിയൊരു പേയ്മെന്റ് ഉള്ളത്. പേയ്മെന്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോ നല്ല റീച്ച് ആയിരിക്കും. നമുക്ക് എവിടെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ആ വീഡിയോ. കാരണം കാണുമ്പോൾ ആൾക്കാർക്ക് നല്ലൊരു വീഡിയോ ആണ്. കാരണം ഒരു വീഡിയോ നമ്മൾ വെറുതെ നമ്മൾ റീച്ച് ഉണ്ടാവുന്ന എന്തെങ്കിലും ഇട്ടിട്ട് കാര്യമില്ല, അതാരും മൈൻഡ് ആക്കില്ല. നമ്മളൊരു എഡിറ്റർ എടുത്ത് നമ്മൾ എടുത്ത സാധനം അങ്ങ് കൊടുക്കുന്നത്, അവരാ വീഡിയോ നല്ല ഭംഗിയിൽ എഡിറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും രൂപമാവും. നമ്മൾ ചിലപ്പോൾ ഫിലിം കാണുന്ന ഒരു രൂപത്തിലൊക്കെ എഡിറ്റ് ചെയ്ത് തരിക. അപ്പൊ നമുക്ക് പല പല ഗ്രൂപ്പുകൾ ഇടാം. ഇപ്പൊ നോർമലി നമ്മൾ ടിക്ടോക്കിൽ ഇപ്പൊ ഞാൻ എന്തിട്ടാലും റീച്ച് ആവും, പക്ഷെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ റീച്ച് ആവില്ല. ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യണമെങ്കിൽ നല്ലൊരു വീഡിയോ ആണെങ്കിൽ അത് നേരെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയന്റെ കുറെ ഗ്രൂപ്പുകളുണ്ട്. അതിക്കൊക്കെ നോർമലി ഇട്ട് കൊടുത്താൽ തന്നെ നമ്മള് റീച്ച് ആവണം എന്നുള്ള വീഡിയോ അങ്ങനെ റീച്ച് ആവും. പിന്നെ ഇതേമാതിരി കുറച്ച് വേണ്ടപ്പെട്ട കുറച്ച് സ്റ്റോറിയൊക്കെ വെക്കുന്ന പറഞ്ഞാല് അങ്ങനെ നമുക്കത് റിസ്ക് എടുത്താക്കി കൊടുക്കുന്നത്. ഇപ്പൊ അവരെന്തെങ്കിലും തരികയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ലാസ്റ്റ് തോന്നുന്ന ഒരു ഐസ്ക്രീമിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് അവരിങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട്, 20K UAE മാത്രം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് 6,000 തരുന്ന, അല്ല 600 തരുന്നതാണ്. അപ്പൊ ഞാൻ അതേമാതിരി വെറുതെ പോയിട്ട് ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം വലിയ ആക്റ്റീവ് ഇല്ല, ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇന്നാണ് അവർ മെസ്സേജ് ഇടുന്നത് ഫുള്ള് നോക്കിയിട്ട്, രതീഷ എൻ്റെ അക്കൗണ്ട് ഷെയർ ചെയ്യ്, ഞങ്ങൾ പേയ്മെന്റ് അയക്കട്ടെ പറഞ്ഞിട്ട്. അപ്പൊ അവർ നോക്കുമ്പോൾ അത് അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ട്. ടിക്ടോക്ക് ഉണ്ട്, പക്ഷെ ടിക്ടോക്ക് അവർ നോക്കണ പോലും ഇല്ല. അവർ പറഞ്ഞു നിങ്ങളത് ടിക്ടോക്കിൽ അത്യാവശ്യം ആൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങളത് നോക്കൂല. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ റീച്ച് വന്നത് വെച്ചാൽ ആ വീഡിയോ നല്ല വീഡിയോ കാരണം നമ്മൾ ഒരുപാട് ഇതിൽ ഷെയർ ചെയ്ത് കൊടുത്ത്, ഗ്രൂപ്പുകള്, അതേമാതിരി നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊന്ന് സ്റ്റോറി വെക്കുന്ന പറഞ്ഞു. അപ്പൊ റീച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേമാതിരി പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് റീച്ച് ആക്കണം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട്. അങ്ങനെയാണ്. രതീഷിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അത്യാവശ്യം നല്ല കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പം ഒരു വീഡിയോ ഇപ്പം പ്രൊമോഷണലി ചെയ്യുകയാണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഒരു അത്യാവശ്യം റീച്ച് ചെയ്യും അല്ലേ? അതല്ലേ ശരി? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മള് വേണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ഇട്ടാൽ ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. അതും അധിക ഗ്രൂപ്പിൽ 200 300 അബോ ആണ്. അപ്പൊ ആ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് അവരൊന്ന് വാച്ച് ചെയ്താൽ മതി. ഇപ്പൊ ലൈക്കും കമന്റ് ഇല്ലെങ്കിലും വേണ്ടില്ല, ഏതായാലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കും. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റീച്ച് ആക്കാം, എത്ര എഫേർട്ട് എടുത്ത് റീച്ച് ആക്കാം. ഇപ്പൊ നോർമലി നമ്മളൊരു വീഡിയോ ഇട്ട് എല്ലാവരും കാണണമെന്നില്ല, കാരണം അതിൽ എത്ര ഫോളോവേഴ്സ് ഉള്ളത് ആ ഒരു ലെവലിൽ. പിന്നെ അങ്ങനത്തെ ഒരു വീഡിയോ വൈറലായി പോകുമ്പോഴേ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ ഓട്ടോമാറ്റിക്കലി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ലക്കൂടെ ഫാക്റ്റ് ആയിട്ട് വരും, പിന്നെ വൈറലാകുന്നു. പിന്നെ അങ്ങനെ വൈറലാവും ചെയ്യും. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഇങ്ങനെ കയറി ആൾക്കാർ ഷെയറും സേവിംഗ് ഒക്കെ റീപോസ്റ്റ് ഒക്കെ ആവുകയാണെങ്കിൽ വീഡിയോ അങ്ങനെ അങ്ങ് റീച്ച് ആയി പോവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെയാണ് പോസിറ്റീവായി കാണുന്നത്? പോസിറ്റീവായി കാണാന്ന് പറഞ്ഞാല്, അതായത് ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയ പേജാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും മൊബൈൽ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ നോക്കും അതിലെന്താണ് വരുന്നത് എന്നുള്ളത്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന തൊട്ടടുത്തിപ്പോൾ മിഞ്ഞാന്നൊരു അലൻസാരി ഓപ്പൺ ആയി. ഞാൻ ജസ്റ്റ് പൈസ അയക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അയക്കാൻ പോയപ്പോൾ ഒരു കുറച്ച് ഗിഫ്റ്റ് ഒക്കെ തന്ന്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട്, എന്താ നമ്മളെ വീടിന്റെ ഈ സ്ഥലത്ത് ഇങ്ങനെ പുതിയൊരു അലൻസാരി ഓപ്പൺ ആയിട്ടുണ്ട്, പിന്നെ ആവശ്യമുള്ളവർക്ക് ഈ ഭാഗത്തുള്ളവർക്ക് വന്നോളിന്നാണ്. ആ സമയത്തേക്ക് ഇഷ്ടമായ മെസ്സേജ്. കാരണം നമ്മളീ ഫ്രണ്ട് സർക്കിളുള്ളവരത് കാണുന്നത്, രതീഷ ഈ വീഡിയോ ഇട്ട് നന്നായി,
ഞങ്ങളൊക്കെ അല്ലെങ്കിൽ വേറെ കുറച്ച് ദൂരം ഞങ്ങൾ നിൽക്കുന്ന അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്, വേറെ അലൻസാര് വേറെ എക്സ്ചേഞ്ച്, അവിടെ എക്സ്ചേഞ്ച് ഒന്നും ഇല്ല, ഇതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും പറയും ജാ കൂടിയിട്ട് നന്നായിട്ടാ, എന്നിട്ട് പിന്നെ ഇന്നെ കൂട്ടിയിട്ടാണ് അവർ പോണ് പൈസ അയക്കാൻ വേണ്ടിയിട്ട്. അതൊരു ഇൻഫർമേഷൻ ആയിരുന്നല്ലോ, ഇൻഫർമേഷൻ കൂടുതൽ ആൾക്കാർക്ക് എത്തുകയാണ്. എന്നിട്ട് അവരെന്നെ പറയാം എന്റെ വീഡിയോ കണ്ടോണ്ട് ഞങ്ങൾ വരണ്ട, ഞങ്ങൾ എന്നും നോക്കും എന്നാ ഓപ്പൺ ആവുന്നത്. ലാസ്റ്റ് വീഡിയോ കണ്ടോണ്ട് മനസ്സിലായി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു പോസിറ്റീവ് വശമുണ്ട് ഇതില്. നമ്മളൊരു തമാശ രീതി കാണുകയാണെങ്കിലും ജനങ്ങൾക്കൊരു ഉപകാരം ഉണ്ട് ഇതില്. തീർച്ചയായിട്ടും. ഇതിന്റെ നെഗറ്റീവ് സൈഡായിട്ട് എന്താണ് പറയാനുള്ളത്? നെഗറ്റീവ് അതായത് ചില വ്ളോഗർമാരുണ്ട്, പൈസ കിട്ടിയാൽ അവര് എന്തും വിളിച്ച് പറഞ്ഞ മാതിരാ. കുറച്ച് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ ചിലപ്പോൾ ആ ഫുഡ് അവർക്ക് തന്നെ അറിയാം ചിലപ്പോൾ അവർ കഴിച്ച രസം ഉണ്ടാവില്ലാന്ന്. പക്ഷെ ഇപ്പുറം പേയ്മെന്റ് പറയുമ്പോൾ അതൊന്നും അവർ നോക്കൂല. അവർ പറയും ഓ പൊളിയാണ് കേട്ടാ, അടിപൊളിയാണ് കേട്ടാ. എന്നിട്ട് ആൾക്കാർ ഈ ലൊക്കേഷനൊക്കെ വെച്ച് പല ദൂരത്തു നിന്നാവും അവിടെ പോവും, ഫുഡ് ഒന്നിനും പറ്റൂല. പിന്നെ ഈ വ്ളോഗർമാരെ കാണാൻ കാത്തുക്കും ആൾക്കാർ. ഇതൊക്കെ എന്റെ ഫ്രണ്ട് സർക്കിൾ ആൾക്കാർ എന്നോട് മെസ്സേജ് ഇട്ട് പറഞ്ഞാണ് കേട്ടാ, എന്താ രതീഷ്. അതായത് ഇവിടുത്തെ ഞാൻ പറയാം സോഷ്യൽ മീഡിയത്തെ ഒരുവിധ ആൾക്കാരുടെ പേഴ്സണൽ കോൺടാക്ട് ഉണ്ട്. കാരണം ഞാൻ പറയാ 2019 വന്ന ആളാണ്. പിന്നെ അന്ന് ആണെങ്കിൽ ഈ പറഞ്ഞ വേറെ സോഷ്യൽ മീഡിയ പേജ് ഇല്ല. ഈ പറഞ്ഞ ഞാന് ഭയങ്കര ഇതിലായിരുന്നു നിന്നിരുന്നു. ഇപ്പൊ ഞാനൊക്കെ ഈ ഇപ്പോഴല്ല, പുറത്തിങ്ങോട്ട് ഇറങ്ങിയാൽ തന്നെ ഒരു പരിപാടിക്ക് പോയാൽ തന്നെ 100-150 ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കും. സെലിബ്രിറ്റി ലെവൽ. അതായത് ഇന്നത്തെ ഫിലിം സ്റ്റാറിനെ കാണണം. അങ്ങനെ ആ ഒരു സമയം അങ്ങനെ 2019 ഭയങ്കര ഞാൻ മാസ്ക് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല. അങ്ങനത്തെ ഒരു ടൈമായിരുന്നു അന്ന്. ഇപ്പൊ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ സെലിബ്രിറ്റിന്റെ ഓടിച്ചു ഒരു ഫോട്ടോ, അതേമാതിരത്തെ ഒരു അവസ്ഥ. ഒരു ഇവന്റിന് പോവാണെങ്കിൽ ആ ഒരു ഫീലിങ്സിനെ എങ്ങനെ കാണുന്നു ഒരു സെലിബ്രിറ്റി ലെവലായപ്പോ? ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് വേറെ എവിടെയോ എത്തിയമാതിരിയാണ്. ഇത് ഞാൻ തന്നെയാണോ, ഇന്നെ തന്നെയാണ് ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നത്, രതീഷ ഒരു ഫോട്ടോ എടുക്കാൻ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും, ഒരു ഫോട്ടോ എടുക്കട്ടെ. എന്നിട്ട് ഇപ്പോഴും ഒരു ചെങ്ങായി ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ നല്ല ഇപ്പൊ ഈ മറ്റുള്ള പേജുകളൊക്കെ വന്നപ്പോ സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമായി. എല്ലാവർക്കും വേഗം ഫേമസ് ആവാം, ആക്സസ് ഉണ്ട്, ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു തരത്തില് എല്ലാവർക്കും റീച്ച് ആക്കാം. അപ്പൊ അന്ന് അങ്ങനെ അങ്ങോട്ട് ആരും റീച്ച് ആയിരുന്നില്ല ഈ പറഞ്ഞ സമയത്ത്, ഒരു 6-7 വർഷം മുന്നേ. അപ്പൊ ആൾക്കാരൊക്കെ നമ്മൾ വേറെ എന്തോ രീതിയിലാണ് കാണുക. അതാ രതീഷല്ല വരണേ, അതെങ്ങനെയെങ്കിലും ആ നമ്പറൊക്കെ ഒന്ന് മേടിക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട്സ് ആക്കുക, ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒന്ന് കീപ്പ് ചെയ്യുക. അങ്ങനെ ഇപ്പൊ ഞാനൊക്കെ നിൽക്കുമ്പോ ആദ്യമൊക്കെ എത്രയോ ഫ്രണ്ട് സർക്കിളുള്ള ആൾക്കാർ ഇങ്ങനെ കാണാൻ തന്നെ വരും. ഇപ്പം അത് മാറി. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട അത്യാവശ്യം നന്നായി മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്നവർ, നന്നായി സംസാരിക്കാൻ പറ്റുന്നവർ, അവരെല്ലാം ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ പോലെ. വാഴ 2 എന്നുള്ള വാഴ സിനിമ തന്നെ ആ സോഷ്യൽ മീഡിയ സ്റ്റാർസിനെ കൊണ്ടുള്ളതാണ്. ഇനിയിപ്പോൾ അതാണ് ഇനിയൊരു 2 വർഷം ഇപ്പൊ എവിടെയൊക്കെയാണോ സോഷ്യൽ മീഡിയയിൽ സ്റ്റാർസ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ വെച്ചിട്ട് സിനിമ എടുക്കുന്ന ടീം തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഇപ്പൊ അങ്ങനെയുള്ളത് നടക്കുകയാണ്. ഈ GCCയിൽ പോലും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായി നിൽക്കുന്നവരെ കൂടെ ഉൾപ്പെടുത്തി നമുക്ക് സിനിമ ചെയ്യാന്നുള്ള കൺസെപ്റ്റ് വരെ വന്നു തുടങ്ങി. കാരണം അവരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പം രതീഷൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞത്. അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ എന്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഈ ഫിലിമിന്റെ പ്രൊഡ്യൂസർമാരാണെങ്കിലുണ്ട്, അങ്ങനത്തെ കുറെ കോണ്ടാക്ട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിലൊരു സമയം കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ വലിയ മൂവിയിലൊക്കെ ഫേസ് കാണിക്കുക. അതേമാതിരി ഷോർട്ട് മൂവിയിലൊക്കെ എപ്പോഴും ആൾക്കാർ വിളിക്കും, ഞങ്ങളെ പൈസ ഇറക്കുക, ജസ്റ്റ് വന്നിട്ട് ചിലപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങ് വൈറലായാലോ അങ്ങനെ ചോദിച്ചിട്ട് എപ്പോഴും ആൾക്കാർ മെസ്സേജ് ഇടും. ഇതുവരെ അങ്ങനെ ഒന്നും നിന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ 2-3 ആൾക്കാർ ഒഴിവാക്കാത്ത രീതി നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ കൈ കൊടുക്കുക. അപ്പോ ഇനിയിപ്പോ ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട്, ചിലപ്പോ ഈ പറഞ്ഞ വലിയ മൂവി, ബിഗ് മൂവിയിലാ അല്ലെങ്കിൽ ഈ ഷോർട്ട് മൂവി അങ്ങനെയൊക്കെ ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് നിക്കണമെന്നുണ്ട്. പക്ഷെ പണ്ട് ഇത് തീരെ താല്പര്യമില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് റീസെന്റ് ആയിട്ട് ഇങ്ങനെ എല്ലാവരും മൂവിയിൽ വരുന്നേ. അതേമാതിരി ഇപ്പൊ ഈ അടുത്ത സമയത്ത് തന്നെ മുരളി ഗോപി, അതുപോലെ തന്നെ ആര്യ, പിന്നെ അങ്ങനെയുള്ള ഇവരുമായിട്ടൊക്കെ ആയിട്ടുള്ളൊരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നല്ലോ, ആനന്ദങ്കാട്. അതെ. അപ്പൊ അതെന്തായിരുന്നു ഒരു ഫീലിങ്സ്? അതായത് ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ലെവലായതുകൊണ്ട് മാത്രമാണ് അവരെടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു സംസാരിക്കാനും ആ ഒരു ഫിലിമിനെ പറ്റി ഇങ്ങനെ ചോദിക്കാനൊരു അവസരം കിട്ടുന്നത്. ആ ഒരു മദീന മാൾ എന്ന് പറഞ്ഞ ഒരു വലിയൊരു മാളിൽ വെച്ചിട്ട് പ്രോഗ്രാം നടക്കുന്നത്. അതിന്റെ ബാക്കിൽ സെക്യൂരിറ്റി ഒരാൾ പോലും ഉള്ളിലേക്ക് വിടുന്നില്ല. എത്രയോ പേര് പുറത്തു നിൽക്കുക. എന്നാൽ അവർക്ക് എല്ലതും ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം അവരുടെ ആക്സസ് അവിടെ കിട്ടുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊന്ന് കയറാനോ അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചോദിക്കാനോ. അവരുടെ കൂടെ പോഡിയത്തിൽ നിങ്ങൾ അവിടെ ഇരിക്കുകയും സംസാരിക്കുകയും ആ സ്റ്റേജിൽ നമ്മളിരിക്കും, മൈക്ക് തന്നത് നമുക്ക് അവരോട് ചോദിക്കാനുള്ള ഒരു ചാൻസ് തന്നെയാണ്. ഞാനപ്പോ നമുക്ക് എന്തും ചോദിക്കുക, നിങ്ങൾ ഈ മൂവി എങ്ങനെയാണ്, എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അവരതിനുള്ള ഉത്തരം തരണം. ആ രീതിയിലാണ് അവരെ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു അവസരം കിട്ടുക എന്നാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒന്നും ഒരിക്കലും കിട്ടും. നമ്മളെ കയ്യിൽ കുറെ ക്യാഷ് ഉണ്ടെങ്കിൽ പോലും
അത് സാധ്യമല്ല. ഇല്ല. കാരണം നമ്മളത് ചോദിക്കും, അത് നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ മൂവിക്ക് ഒരു പ്രൊമോഷനാണ്, ജനങ്ങൾ അതുപോലെ നല്ല മൂവി എന്നുള്ള അഭിപ്രായമാണ്. ഞാൻ അതിന്റെ അത്യാവശ്യം നല്ല മൂവിയാണ്, കുഴപ്പമില്ല. അതായത് ഇപ്പൊ ആര്യന്റെ ആയാലും മറ്റുള്ള എൻട്രി, ആര്യന്റെ ഫസ്റ്റ് ആ എൻട്രി ഒക്കെ ആണെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു ഇതാണ്, കണ്ടിരിക്കുക. അങ്ങനെ ഇനിയിപ്പം അവരെ സ്ക്രിപ്റ്റ് ആണെങ്കിലും നമ്മളെ മുരളി സാറിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും നല്ല അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റാണ്. മറ്റുള്ള മൂവിന്റെ മാതിരി വെറുതെ അങ്ങോട്ട് ഒരു തട്ടിക്കൂട്ടുന്ന പരിപാടിയല്ല. അല്ല, മുരളി ഗോപി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് സ്ക്രിപ്റ്റ് ആണ്. അതാണ്. അപ്പോ കണ്ടവർക്ക് ആർക്കും പൈസ പോയെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു ഇത് അറിയില്ല. ഈ ഇവിടെ വന്നു 2019 അല്ല 2014 വന്നിട്ടുണ്ട്. 2014 വന്നു, 19 ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഇതായി വരുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ കുറേ അതായത് നമ്മുടെ ചെറിയ കുട്ടിക്കാലത്തുള്ള ഫ്രണ്ട്സ് അല്ല ഇപ്പോഴുള്ളത്. ആ ഫ്രണ്ട്സ് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതായത് സോഷ്യൽ മീഡിയ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ മാതിരിയല്ല. അവര് നമുക്കിത് മാനേജ് ചെയ്ത് എവിടെ എത്തൂല. പിന്നെ വാട്സപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമുക്ക് ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് പേരാണ് കുറേ സമയം നിൽക്കുക. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം പേരുണ്ടാവുള്ളൂ. ആൺ സുഹൃത്തുക്കളാണെങ്കിലും പെൺ സുഹൃത്തുക്കളാണെങ്കിലും കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. കാരണം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വന്നു പോവാ ഒരു അതിഥി, ഒരു ഗസ്റ്റ് എന്നുള്ളത് മാതിരിക്കായിരിക്കും. എപ്പോഴും റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ കുറെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടായിരിക്കും. അതിൽ വളരെ ആൾക്ക് ഞാൻ പറഞ്ഞു 2019 മുതലാണെങ്കിൽ ഈ സമയം വരെ ആൺ സുഹൃത്തുക്കളുണ്ട്, പെൺ സുഹൃത്തുക്കളുണ്ട്. അത് നമുക്ക് അത്രയും നമ്മൾ തോന്നും അവരുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ആണ്. അപ്പൊ അവർക്ക് നമ്മളിപ്പോഴും മെസ്സേജ് ആയാലും കോളിംഗ് ആയാലും ആ ഒരു ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാ വെച്ചിരിക്കും. പിന്നെ ഈ പറഞ്ഞ പുതിയ ഫ്രണ്ട് സർക്കിളും നമ്മൾ നോക്കും. ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ രതീഷ് എന്താ സുഖം ഫ്രണ്ട് ആവാൻ വരും. ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലായി. അപ്പൊ നമ്മൾ അതിനൊക്കെ ഞാൻ നല്ല സെലക്ട് ചെയ്യും. കാരണം ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും ഒരാണാണ്, ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ സിംഗിളാണ്. അവർ പെൺകുട്ടി നല്ല രീതിയിൽ വരുമ്പോ നമ്മളെപ്പോഴും ചിന്തിക്കണം അത് ഏത് രീതിയിലാവാന്ന്. നെഗറ്റീവ് പെട്ടെന്ന് വരും. ഒരു പെൺകുട്ടി എന്താ പറഞ്ഞത് അതാണ് ശരി. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ മാക്സിമം എല്ലാവരും വാച്ച് ചെയ്യും. അപ്പൊ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ കൂട്ടുവെക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് ആണ്. ഇപ്പൊ നമ്മളൊരു ഇവന്റിന് പോകാനായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്ത് പോകാനായിക്കോട്ടെ, ചായ കുടിക്കാൻ പോകാനായിക്കോട്ടെ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പൊ എന്ന സ്ഥാനത്ത് നമുക്ക് അത്ര വേണ്ടപ്പെട്ട ഒരു പെൺ സുഹൃത്തൊക്കെ ഉണ്ടെങ്കിൽ രസമാണ്. അവരെ കൂട്ടി ഒന്ന് പുറത്ത് പോവുക, ഒരു ചായ കുടിക്കുക. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതിന് സെലക്ട് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. ഈ പറഞ്ഞ ഞാനും ഉണ്ട്, ടെക്കൂണ്ടില്ല എന്നും പറയില്ല. നല്ല പെൺ സുഹൃത്തുക്കളുണ്ട്. നമ്മളെപ്പോൾ വിളിച്ചാലും ഏത് നട്ടപ്പാതിരക്ക് വിളിച്ചാലും ഇറങ്ങി വരും. ഇവന്റിനായാലും വിളിച്ചാൽ വരും. ഇനിയിപ്പോൾ വേറെ പുറത്ത് നമുക്ക് ചാടിക്കാൻ പോവാ, അല്ലെങ്കിൽ നല്ല ഫീലിംഗ് കൊണ്ട് പുറത്ത് പോവാ, കുറച്ച് നേരം നമുക്ക് പുറത്ത് പോയിരിക്കുക. അപ്പൊ നമുക്ക് നല്ല സെലക്ട് ആക്കി എടുക്കാം. അങ്ങനത്തെ ഒരു ചോയ്സ് ഇതിലുണ്ട്. അതായത് നമ്മൾ കുറെ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില ആൾക്കാർ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വരുന്നവരാവും. പലരും എല്ലാവരും ഞാൻ 2019 മുതൽ ഇത് കാണുകയാണ്. അന്ന് മുതലൊക്കെ അറിയാം ഓരോരുത്തരുടെ സ്വഭാവം. ഇങ്ങനെ അതായത് അന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ പബ്ലിക് നല്ല ഇറങ്ങി കളിക്കും, ഇരിക്കലേ ഇല്ല. ഇപ്പോഴല്ല ഈ ഇന്നോഗ്രേഷൻ ഒക്കെ വരുന്നത്. അന്ന് ഇതേമാതിരി മെസ്സേജ് ഇടും, അവരെ പോയി കാണും, ചായ കുടിക്കും. അങ്ങനെ അന്ന് മുതലേ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒന്നും ഞാൻ വീഡിയോ ചെയ്തൊന്നും ഇടാൻ നിൽക്കില്ല. കൂടുതലും നല്ല സൗഹൃദത്തിന് ബിൽഡപ്പ് ചെയ്ത് അന്നൊക്കെ ഈ ജോബിന്റെ അങ്ങനത്തെ കുറെ ടീമുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട്. അപ്പൊ എന്റെ അടുത്ത് എപ്പോഴും നല്ല ഞാൻ ഇവിടെ വന്ന അന്ന് മുതലുള്ള ഫ്രണ്ട് സർക്കിളാണ്. അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർ ഈ പാവങ്ങളെ നല്ല സഹായിക്കും. അപ്പൊ എന്നെ രതീഷ് പോകുമ്പോൾ ഞങ്ങളെ കൊണ്ട് വിളിക്കണോ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഞങ്ങളും തരട്ടാറും. അങ്ങനെ ചിലപ്പം വിസ ഇല്ലാത്തവരായിരിക്കുക, ചിലപ്പോൾ നാട്ടിൽ പോകാൻ പറ്റാത്തവരായിരിക്കുക. അപ്പൊ എന്റെ പോക്കുന്ന 200 എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ വലിയ ബിസിനസ്മാരാവും, അവരതിലും കൂടുതൽ കൊടുത്തിട്ട് ചിലപ്പോൾ നാട്ടിലയക്കുണ്ടാവും, ചിലപ്പോൾ ഇവിടെ അബ്സ്കോണ്ടിങ്ങിന്റെ ടീമായിരിക്കുക. അങ്ങനെ എനിക്ക് അധികം ഷാർജ ഭാഗത്തുനിന്നൊക്കെ പണ്ട്, ഇപ്പൊ ഞാൻ പിന്നെ മൈൻഡ് വെക്കലില്ല. ആദ്യമൊക്കെ എപ്പോഴും നോക്കുമായിരുന്നു. ഷാർജ ഭാഗത്തുനിന്നൊക്കെ കണ്ടമാനം സ്ത്രീകളാണ് അങ്ങനെ കൂടുന്നത്. ആണുങ്ങൾ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിലായി പോകുമല്ലോ. അവര് ഞങ്ങൾക്ക് ആരും വിശ്വാസമില്ല, നിങ്ങളാകുമ്പോൾ ഭയങ്കര വിശ്വാസമാണ്. ഇപ്പൊ ഞങ്ങളൊരു പെൺകുട്ടിയാണ്, ആൾക്കാരെന്ന് ചോദിച്ചാൽ വേറെ രീതിയിലൊക്കെ കാണുക. അങ്ങനത്തെ ഒക്കെ ഇഷ്ടമായി. അതിന്റെ പൈസ കൊണ്ടൊന്നും ഞാൻ പറയണില്ല, വേറെ. പക്ഷെ പബ്ലിക്കിൽ എന്താ വീഡിയോ ഇട്ട് കഴിഞ്ഞാല് പിന്നെ ഈ മെസ്സേജ് വാട്സപ്പായിട്ട് പിന്നെ നിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പൊ ഈ പൈസ തരുന്നവരെന്നെ പറയും ഒരിക്കലും പബ്ലിക്കിൽ നിൽക്കരുത്, അല്ല വീഡിയോ ഇതൊന്നും വേണ്ട, നമ്മളെ കൊണ്ട് പറ്റണം, ഒരു കൈ കൊടുക്കണം മറ്റേ കൈ അറിയണ്ട, ആ രീതിയിൽ അങ്ങനെ മതി എന്നുള്ളതിൽ അവരെ പോക്കരുന്ന് പൈസ എടുത്തിട്ട് നോക്കും അത് ഫേക്ക് ആണ് ഒറിജിനൽ നല്ല കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. വെറുതെ ഒന്നും എവിടെയും കൊടുക്കൂലട്ടാ, ഇത്രയും നോക്കും, അർഹമായ ഒരാളാണെങ്കിൽ മാത്രം കൊടുക്കുള്ളൂ. അത് നമുക്ക് അവരായിട്ട് സംസാരിക്കാൻ മനസ്സിലാവും.
നമ്മളെ പറ്റിക്കുകയല്ല. പറ്റിക്കാണ് വെറുതെ. ഇതേമാതിരി നമ്മളാരും ഒരു 10 ആളെ കണ്ടാൽ ഇപ്പൊ ഒരു 500 ദിർഹം കിട്ടുകയാണെങ്കിൽ 10 ആളെ കണ്ട 5000 കിട്ടിയില്ലേ, അതൊക്കെ നമ്മൾ നോക്കും. അപ്പൊ അങ്ങനെ നല്ല ഒരു 10ന്റെ അടുത്ത് ചായ കുടിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പൊട്ടത്തരാണ് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞങ്ങൾ പറയും ഓക്കെ ഞങ്ങള് കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾ പോകും. അത് നമുക്ക് മനസ്സിലാവും ഓരോ കാര്യങ്ങള്. പിന്നെ ഈ പറഞ്ഞാൽ ഇവിടെ വന്ന് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പൈസക്കാരായ ഒരു നല്ല ബുദ്ധിമാന്മാരായിരിക്കും. തീർച്ചയായിട്ടും അവർക്ക് ഇപ്പൊ ഒരാളായിട്ട് വാച്ച് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കുന്ന പോലെ അവര് കൊടുക്കുന്നില്ല. അവര് പറയും അത് എന്നെ പറ്റിക്കുന്നതാണ്, ഞങ്ങളെ കൊണ്ട് വരട്ടെ. വന്നിട്ട് സംസാരിക്കുമ്പോൾ അവരും കാര്യങ്ങൾ പറയുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. എനിക്ക് വേഗം പാവം തോന്നും. കാരണം ഇങ്ങനെ സംസാരിക്കാൻ പറയും നീ കൊടുത്ത് വേഗം ഒഴിവാക്കുക, പാവല്ല. നമ്മൾ മാനസികമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നു. അവർ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് കുറച്ചും കൂടെ. കാരണം അവര് പറയും പൈസ വെറുതെ കിട്ടുന്ന സാധനമല്ല, നമ്മളെ അർഹമായ കൈ കൊടുക്കണം. ചില ആൾക്കാർ വെറുതെ വന്നിട്ട് ചൂഷണം ചെയ്യാൻ കഷ്ടപ്പാടാ ബുദ്ധിമുട്ടാന്ന് പറയും. പക്ഷെ അവർക്ക് ഒരു കുഴപ്പമുണ്ട്. ചിലപ്പോൾ അവരെ ബോയ് ഫ്രണ്ട് അപ്പുറത്തെ ആ മതിലിന്റെ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് പോലെ ബെല്ലം അങ്ങോട്ട് കടത്തി വിടും. അവരെന്തെങ്കിലും കിട്ടുമോ എന്നിട്ട് അപ്പുറം പോയി അവനെ പറ്റിച്ച് നമുക്കില്ലേ. അങ്ങനത്തെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ചില സമയത്ത് ഒരു ഇതേമാതിരി 3-4 പെൺകുട്ടികൾ ഇങ്ങനെ രതീഷ് ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് വന്ന്. അങ്ങനെ അതിലൊരു പെൺകുട്ടി കുറച്ച് കഴിയുമ്പോൾ ഒരു മെസ്സേജ് ഇട്ട്, രതീഷ് ഇഞ്ചി അവരിട്ട് വല്ല കൂട്ടൊന്നും വേണ്ട, അവരിങ്ങനെ ഇറങ്ങണതിന്റെ മുന്നേ ഇങ്ങനെ ഒന്ന് സംസാരിച്ച് ഇന്ന് നമുക്ക് രതീഷിനെ പറ്റിച്ചിങ്ങാണ്ട് ഫുഡ് കഴിക്കുക. അപ്പൊ അവരങ്ങനെയാണ് കാണുന്നത്. പലരും പല കാഴ്ചപ്പാടാണ്. അവർക്ക് പറ്റിച്ച് ഫുഡ് കഴിക്കണമെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. നമ്മളൊരാളിനെ സഹായിക്കുക എന്നുള്ള നമ്മള് ഒരു സ്നേഹം കൊണ്ട് അവരൊന്ന് കാണണം. അപ്പൊ അവർക്ക് വേണ്ട ട്രീറ്റ് ഫുഡ് ആവാണ്ട് എന്താ മേടിച്ചു കൊടുക്കുന്നത് അങ്ങനത്തെ. പക്ഷെ അവര് റൂമിൽ നിന്ന് പറയണത് നമുക്ക് രതീഷ് ഒന്ന് കോണ്ടാക്ട് ചെയ്താലോ, ഓടെ വെറുതെ ഇരിക്കുകയാണ്, അപ്പൊ നമുക്ക് ഓനെ പറ്റിച്ചാണ് ഇന്നത്തെ രാത്രി ഡിന്നർ ഫുഡ് കഴിക്കട്ടെ. അപ്പൊ ഒരു പെൺകുട്ടി അത് പറയാണ്. ആ പെൺകുട്ടിക്ക് നമ്മളെ കണ്ടപ്പോ എന്തോ മാതിരി ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ ജസ്റ്റ് അവര് പറയാണ്. അപ്പൊ അങ്ങനത്തെ ഇതിൽ നടക്കുന്നുണ്ട് ലൈഫിന്റെ ഒരു. അല്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയ പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര നോക്കിയിരിക്കണോ, പലതും അതുപോലെ അതെ പലതും നടക്കും. നമ്മളെ മോശമായി ചിത്രീകരിക്കാൻ ഇത് തന്നെ ധാരാളം മതിയാവും. ഇത് തന്നെ മതി. അപ്പൊ അവർക്ക് ഇപ്പൊ നമ്മളെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ ട്രാപ്പ് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി വിളിക്കുകയാണ്, ഇങ്ങനെ സഹായിക്കണോ നിങ്ങൾ, ഞങ്ങൾ ഫ്ലാറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ച് അവർക്ക് ലോക്ക് ചെയ്തിട്ട് പറയാം ഇന്റെ ഫ്ലാറ്റിൽ അപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല, പോലീസിനെ വിളിക്കും, മറ്റേ വിളിക്കും, ഇപ്പൊ നിങ്ങളൊരു 10,000 തരണോ, അല്ലെങ്കിൽ ഇത്ര തരം നിങ്ങളെ പേഴ്സിൽ ഇപ്പൊ എന്തുള്ളു അത് ഇവിടെ വെക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് വേറെ ആണുങ്ങൾ വരണേ. അപ്പൊ നമ്മള് ട്രാപ്പിലാക്കണമെങ്കിൽ ആക്കും ചെയ്യാൻ കറക്റ്റ്. അത് ഇവിടെ ലോകത്തെ ഇത്തരം കാര്യങ്ങൾ ലോകത്ത് എല്ലായിടത്തും നടക്കുന്നതാണ്. പക്ഷെ അത് നമ്മള് ആവശ്യമില്ലാത്തതിൽ പോയി തലവെച്ച് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഒരാൾ വിളിക്കുമ്പോത്തിന് ഓടിപ്പോയിട്ടൊന്നുമില്ലെങ്കിൽ അവരെ ഫ്ലാറ്റിക്ക് ഒരു പെൺകുട്ടിയുടെ മറ്റുള്ള കുഴപ്പമില്ല, ഒരു പെൺകുട്ടി വിളിക്കുമ്പോൾ അവരെ ഫ്ലാറ്റിക്ക്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിനെ വിളിച്ചിട്ട് നമ്മളൊരു പ്രൈവറ്റ് ഏരിയക്ക് കൊണ്ടുവരിക, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ GCC മാറ്റത്തെ സ്ഥലങ്ങളിലൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞാൽ നിയമം ഭയങ്കര, പെൺകുട്ടി എന്ത് പറഞ്ഞ് അതാണ് ഇവിടുത്തെ നിയമം. അപ്പൊ നമ്മൾ അങ്ങനെ ഇപ്പൊ ചില ആൾക്കാർ വിചാരിക്കും ഈ പെൺകുട്ടിനെ ഇപ്പൊ എന്റെ ഫ്ലാറ്റിക്കല്ലേ കൊണ്ടുവരുന്നത് എന്താ കുഴപ്പം. പക്ഷെ ആ ചെയ്യുന്നതും വിഡിത്താണ്, അതും ഭയങ്കര തെറ്റായി ചെയ്യണത്. ആ കുട്ടി പോയില്ല, എന്താ ചെയ്യാ, പോയില്ല. അതുപോലെ തന്നെ അവിടെ നിന്നിട്ട് വിളിച്ചാൽ മതി. പോലീസിന് ജസ്റ്റ് ഒന്ന് വിളിക്കുക, തന്നെ ഇയാൾ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല, എന്തിനു കൊണ്ടുവന്ന് ഏത് കൊണ്ടുവന്ന്. അപ്പൊ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പൊ സോഷ്യൽ മീഡിയ ഞാൻ പറയാം അന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് വരെ പിടിച്ചിരിക്കണെന്ന് വെച്ചാല് ഞാൻ ചെയ്യുമ്പോൾ കുറേ പ്രാവശ്യം ആലോചിക്കും, എന്തിപ്പോ ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും കഴിഞ്ഞപ്പോൾ ഒരാളെന്തെങ്കിലും സഹായിക്കണായിക്കോട്ടെ, എല്ലാ കാര്യം ഇപ്പോൾ ഒരു വാട്സപ്പിൽ ഇടുന്ന വോയിസ് വരെ നമ്മൾ നല്ല ശ്രദ്ധിക്കും. കാരണം ഈ വോയിസ് ഒക്കെ നാളെ എടുത്തിട്ട് നല്ലൊരു പ്രൂഫാണ് ഇവിടെ. തീർച്ചയായിട്ടും എവിടെ പോയിട്ട് സബ്മിറ്റ് ചെയ്താ ഇവനെറ്റേക്ക് ഇത്രയും കോണ്ടാക്ട്സ് ഉണ്ട്, ആർക്കൊന്നും പറയാം. ഇപ്പൊ ഞാൻ എപ്പോഴും പറയണ എന്താണ്, ഈ ഒരു സമയം വരെ ഞാൻ അങ്ങനെ ഒരു എത്രയോ ലവ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ സോഷ്യലി എല്ലാവരോടും നല്ലൊരു ഫ്രണ്ടിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ ഞാൻ പറഞ്ഞു ഇപ്പൊ കനസ്റ്റ് ഇവിടെ പൊതുവേ നടക്കണ ഇപ്പൊ അങ്ങനെ ഏതൊരു പെൺകുട്ടി ഒരാൾ കണ്ടാലും ഓടിപ്പോയിട്ട് പറയും കനസ്റ്റാട്ടാ, ഐ ലവ് യു, എങ്ങനെയാണ് നമ്മൾ ഇതാക്കുക. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരു പെൺകുട്ടിയോട് കണ്ടാ മതി ഇവിടെ ഒരു ആണുങ്ങൾക്ക്. അങ്ങനെയുണ്ട്. ഓ ഞാനൊക്കെ എത്രയോ കേൾക്കും. ഞാൻ വിചാരിക്കും അവര് കല്യാണം കഴിഞ്ഞതാണ്, ഭർത്താവ് നാട്ടിലുണ്ട്, അതൊന്നും വിഷയമല്ല, ആർക്കൊന്നും വിഷയമല്ല. ഇവര് കണ്ട് ചായ കുടിച്ച് രണ്ടാമത്തെ സംസാരത്താണ്. പക്ഷെ ഈ പറഞ്ഞ പെൺകുട്ടിക്ക് ഇവിടെ ഇഷ്ടമാതിരി കോണ്ടാക്ട്സ് ഉണ്ടാവും, ഈ പറഞ്ഞ ആൺകുട്ടിക്ക് ഇഷ്ടമാതിരി കോണ്ടാക്ട്സ് ഉണ്ടാവും. പക്ഷെ ആ ഒരു സമയത്ത് ഇവര് ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക, അതായത് ആ പെൺകുട്ടി ഒന്ന് ക്യാൻവാസ് ചെയ്യുക. രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ ആ രീതിയിൽ അങ്ങ് പോവും ചെയ്യും. കുറച്ച് നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ലാഭം, ഒരു സാമ്പത്തിക ലാഭം അതൊക്കെ നോക്കിയിട്ട് അത് അങ്ങനെ പെട്ടെന്ന് അതിന്റെ പാവും ചെയ്യും. പിന്നെ അടുത്തതിലേക്ക് പോകും. പിന്നെ ഈ പറഞ്ഞ രണ്ടാൾക്കും അവർക്ക് ആ ടെൻഷനേ ഇല്ല, ഈ രണ്ടാൾക്കാരും ഉടനെ അടുത്തേക്ക് പോയി. അങ്ങനെയാണ് ഇവിടെ പൊതുവേ ഞാൻ കണ്ടുവരുന്നത്. പക്ഷെ ഞാൻ ഇന്നേ വരെ ഒരു കുട്ടിയോട് പോയിട്ടു അനക്ക് ഇഷ്ടാട്ടാ അങ്ങനത്തെ അങ്ങനെ തോന്നിയിട്ടില്ല. അത് തോന്നണ്ടേ, നോർമൽ എല്ലാവരും കണ്ടാ പുറത്ത് പോവുക, ജസ്റ്റ് ഒരു ചായ കുടിക്കുക, നല്ലൊരു ഫ്രണ്ട്. ഞാൻ പറഞ്ഞു ഫ്രണ്ട് സർക്കിളിനെ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നാണെങ്കിൽ ഇന്നലെ ആണെങ്കിൽ എപ്പോഴാണെങ്കിലും ഇപ്പോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിടുമ്പോഴേ പിന്നെ അപ്പോഴേക്കും ഇതിന്റെ അടിയിൽ കമന്റ് ആയിട്ട് വരും,
പഴമ്പുഴി രതീഷ് പറഞ്ഞത് കള്ളമാണ്. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഏത് സോഷ്യൽ മീഡിയ ധൈര്യത്തിൽ പറയും ഏതെങ്കിലും ഒരു പെൺകുട്ടിനോട് മോളേക്ക് അന്വേഷിച്ചു, കാരണം ഞാൻ സിംഗിൾ ആണെന്ന് എല്ലാവർക്കും അറിയാം, അന്നൊക്കെ ഇഷ്ടമാണ് കല്യാണം കഴിക്കുക. പക്ഷെ എന്നോട് ഇങ്ങോട്ട് ഇഷ്ടം മാതിരി പറഞ്ഞിട്ടുണ്ടാവും. അയ്യോ എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ ഏത് സമയം വരെ കല്യാണം കഴിക്കാൻ റെഡിയാണ്. അതൊക്കെ UAE പുറത്തുനിന്ന് തന്നെ ഇഷ്ടംമാതിരി കോണ്ടാക്ട്സ് ഉണ്ട്. പുറത്തുള്ള ടീം തന്നെ ഇഷ്ടംമാതിരി. ഞാൻ ഈ പറഞ്ഞ വീട്ടിലൊക്കെ അവര് വിളിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്തോ സമയമായില്ല, പറ്റണില്ല. എവിടൊക്കെ ഒരു മിസ്റ്റേക്ക് ഒക്കെ മാറ്റി അങ്ങനെ വീട്ടുകാരൊക്കെ ചിലപ്പോൾ സംസാരിക്കലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു കല്യാണം എന്നുള്ള സ്റ്റേജ് എന്താണ് അങ്ങോട്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞ പ്രേമോ അങ്ങോട്ടൊന്നും അങ്ങോട്ട് എത്തുന്നില്ല. എന്താണെന്ന് അറിയില്ല. എന്നാ വരെ ആരോടും ഒരു പ്രേമം തോന്നണ്ടേ, തോന്നാതെ നമ്മൾ വെറുതെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ടൈം പോവുകയല്ലേ. അപ്പം ഇത്രയും നേരം നമ്മൾ രതീഷുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറി പറയാം, ഇതൊരു അവസരമാണ്. ഇല്ല രതീഷേ? അതെ, അതായത് ഒരു മീഡിയയിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴാണ് അത് 4 ആളുകളിൽ എത്തുക. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവങ്ങളുണ്ട് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവങ്ങളാണ്, പക്ഷെ മറ്റുള്ളവർക്ക് വേറെ അനുഭവങ്ങളായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് ഇപ്പൊ ഇത് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണിത്. ധൈര്യത്തിൽ ഷെയർ. ഇപ്പൊ അവരെ ഒരു പ്രൊഫൈൽ ഇട്ടാൽ കാണുന്ന ആൾക്കാരായില്ല വേറൊരു പ്രൊഫൈൽ പോകുമ്പോൾ അപ്പൊ അവരൊരു ഫോളോ ചെയ്യുന്ന ആൾക്കാർ മാത്രമായിരിക്കും അവരെ കാണുക. അപ്പൊ ഈ വേറെ പ്രൊഫൈലിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കൂടുതലേക്ക് ആളുകൾ എത്തും. ഈ ഒരു ഇവരെന്തൊക്കെ ഇവർക്ക് അനുഭവം ഉള്ളത് എന്നുള്ളത്. മാക്സിമം അതേമാതിരത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടും, മാക്സിമം യൂസ് ചെയ്യുക, അതാണ് വേണ്ടത്. തീർച്ചയായിട്ടും. അപ്പൊ ബൈ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.